ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ വാഷിങ്, എങ്ങനെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ലോങ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഡേ ഇൻ മൈ ലൈഫിൽ ആഡ് ചെയ്യാണ്ടിരുന്നത്. സോ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുത്തുട്ടാ. അപ്പോൾ നമുക്കെൻ്റെ ഹെയർ വാഷിങ്ങിൻ്റെയും പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കാണാം. ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. അതായത് നമ്മുടെ കേൾ മോയ്സ്ചറൈസിങ് ഷാമ്പു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമൽ നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഷാമ്പൂസ് തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാമ്പു ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിരിക്കുന്ന ഒരു ഷാമ്പുവിന് ഭയങ്കര സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഹെയറിൽ ഷാമ്പു ഒക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കണ്ടീഷണറാണ്. നമ്മൾ കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷണർ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്തനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻഡ് ഓൾസോ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ അധികം വരാതിരിക്കണമെങ്കിൽ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മളെ ഹെയർ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ മുടിയുടെ ആ സ്ട്രെങ്തും ഭയങ്കരമായിട്ട് കുറയ്ക്കും കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ ഇടാത്തവർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണ്ടീഷണർ എന്ന് പറഞ്ഞൊരു ഐറ്റം. ഞാൻ ആദ്യമൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് യൂസ് എന്താണെന്നുള്ളത് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റൈലിംഗ് എന്ന് വരുന്നത് കേട്ടോ. കേൾ ഡിഫൈനിങ് ക്രീം. ഇതിൽ നമ്മുടെ ഷിയ ബട്ടർ ആൻഡ് ഫ്ലാക്സ് സീഡും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കാരണം നമുക്ക് നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും കേട്ടോ. പിന്നെ ഫ്രീസി ആയിട്ടുള്ള ഹെയറൊക്കെ ആണെങ്കിൽ നല്ലോണം മോയ്സ്ചറൈസ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടിരിക്കും. ആൻഡ് ഓൾസോ നല്ല ഷൈനിങ് കിട്ടും കേട്ടോ നമുക്കിത് ഈ ക്രീം പറ്റി കഴിഞ്ഞാൽ. പിന്നെ ഈ ക്രീം ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ ആക്ച്വലി കേളി ഹെയർ അല്ല, വേവി ഹെയർ ആണ്. പക്ഷെ കേളി ഹെയറിനാണ് കുറച്ചും കൂടിയും ഷൈനിങ്ങും കുറച്ചും കൂടിയും നല്ല കേളി പോലെ ഇരിക്കാം. എനിക്ക് എൻ്റെ വേവി ആണല്ലോ. ബട്ട് ഇത് വേവി റൂട്ടീനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് കുറച്ച് നാളായിട്ടുള്ളൂ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കറക്റ്റ് കാണിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അന്നെങ്കിൽ കൂടി അത്യാവശ്യം വേവി ഹെയറായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. നമ്മൾ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് യൂസ് ചെയ്യണത്. ഇത് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ, അതായത് അപ്വേർഡിലായിട്ട് നമ്മൾ സ്ക്രഞ്ച് ചെയ്യുക കേട്ടോ. ചെയ്യേണ്ട ഞാൻ ഇപ്പോൾ ഹെയറിൽ കാട്ടിട്ടില്ലേ, അതുപോലെ തന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്താൽ മതി. അങ്ങനെ കുറച്ചധികം നേരം ചെയ്യണം, പക്ഷേ എങ്കിൽ കൂടി നമ്മുടെ ഹെയറിന് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം സ്ക്രഞ്ച് ചെയ്ത് കുറച്ചധികം സമയം ഇതിന് പോവും. കാരണം ഇതിൻ്റെ കുളി കഴിഞ്ഞ് വരുമ്പോൾ, അതായത് നമ്മൾ ഈ ഹെയർ റൂട്ടിനെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 1 മണിക്കൂർ കഴിയും. അപ്പോൾ നല്ല സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. പക്ഷെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഹെയർ ജെല്ല് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് അൾട്രാ ഡിഫൈനിങ് ഹെയർ ജെല്ല് കേട്ടോ. ഇത് സ്മെല്ല് ചെയ്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് അതേപോലെ തന്നെ ഇരിക്കും, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രീം, നമ്മൾ കേൾ ഡിഫൈനിങ് ക്രീമില്ലേ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ജെല്ല് നമ്മൾ പറ്റാൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ താഴത്തുനിന്ന് മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ കേൾ നമ്മൾ സ്ക്രഞ്ച് ചെയ്യുക ജസ്റ്റ് ഒന്ന് കേട്ടോ. നമുക്ക് പിന്നെ ഹെയർ ഡ്രൈ യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്ത് തന്നെ ഉണങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത്രയും ഒരു 4 പ്രൊസീജിയറുള്ളൂ കേട്ടോ. ആക്ച്വലി നമുക്ക് ഹെയർ മാസ്കും സെറമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ അത്യാവശ്യം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹെയർ ലാസ്റ്റ് കഴിയുമ്പോൾ ഭയങ്കര ഷൈനിങ് ആണ്. കേളി ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ടോട്ടൽ എമൗണ്ട് ഞാൻ 2500 അങ്ങനെ സംതിങ്ങിലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് എന്തായാലും ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഹെയറൊക്കെ നല്ല ഒതുങ്ങിയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ.